ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. എല്ലാവർക്കും നവറാസ് കിച്ചണിൻ്റെ മറ്റൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൺ മജ്ബൂസാണ്. അപ്പോൾ നമ്മൾ മട്ടൻ്റെ പീസ് ചെറിയ പീസായിട്ടല്ല, വലിയ പീസായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് ഈ മജ്ബൂസിന്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക, അവസാനം വരെ കാണുക. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗ്രാമ്പു പൊടിച്ചത്, പിന്നെ പാകത്തിന് ഉപ്പ്, ഇത്രയും ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൊത്തം നമ്മൾ മട്ടനിലേക്ക് ആദ്യം പുരട്ടിയെടുക്കുന്ന മസാലയാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ടൊന്ന് മസാല തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരിട്ട് നിങ്ങൾക്ക് മട്ടനിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പെട്ടെന്ന് എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒരുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മിക്സാക്കിയ കൂട്ട് നമുക്ക് മട്ടൻ്റെ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ സൈസിലാണ് മട്ടന് എടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിപ്പത്തിൽ എടുക്കുന്നതാവും നല്ലത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഇത് നമ്മൾ അതിൽ കിടന്നിട്ട് ചോറിൽ കിടന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടല്ല എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മട്ടൻ്റെ പീസിലൊക്കെ നന്നായിട്ട് ആ മസാല പൊടി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊന്ന് ചേർത്തിട്ട് അതും കൂടെ ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിൽ ഒലീവ് ഓയിലോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തും യൂസ് ചെയ്യാം. ഒലീവ് ഓയിലാവും കുറച്ചും കൂടെ ബെറ്റർ എന്ന് മാത്രം. അപ്പോൾ ഏത് തരത്തിലുള്ള ഓയിലാണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ അതിൽ നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മട്ടൻ്റെ പീസസൊക്കെ നമ്മളിവിടെ മസാല തേച്ച് എണ്ണയൊക്കെ പുരട്ടി നല്ലോണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ചേർത്താൽ മതി. വിനീഗർ ചേർക്കുമ്പോൾ മട്ടനൊന്നും കൂടെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് വിനീഗർ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അത് ആ പൊടി ചേർക്കുന്ന സമയത്ത് ആ പൊടിയുടെ മിക്സിലേക്ക് തന്നെ വിനീഗർ ഒഴിച്ചിട്ടൊന്നും കൂടെ പേസ്റ്റ് പോലെ ആക്കിയിട്ടൊക്കെ ചേർക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്താൽ മതി. ഞാനിത് ആദ്യം മറന്നുകൊണ്ട് കുറച്ച് ലൈറ്റായി പോയി ചേർത്ത് കൊടുക്കാൻ. അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ ഇത് മസാല പുരട്ടി വെക്കണം. കാരണം ഇത് കുറച്ച് നേരം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ ഇഡ്ഡലി ചെമ്പിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇഡ്ഡലി ചെമ്പിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതിലേക്ക് ചൂടായ പാത്രത്തിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുരുമുളക്, അതുപോലെ തന്നെ ഏലക്ക, 2 പട്ട, പിന്നെ ഞാൻ ഉണക്ക നാരങ്ങയും ചേർത്തിട്ടുണ്ട്. നമുക്ക് വാങ്ങാൻ കിട്ടും, മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. മജ്ബൂസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ചേർക്കുന്നതാണിത്. അതൊരു 2 എണ്ണം ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലേ അതിൻ്റെ ഉള്ളിലത്തെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് സവാള ചേർത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല എന്നല്ല, ഇതിലേക്ക് വേണ്ട ഉപ്പാണ്, ചോറിലേക്കും കൂടെ ഉള്ള ഉപ്പാണ് ഇതിൽ ചേർക്കേണ്ടത്. ആദ്യം ഈ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിനെ വഴറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ തക്കാളിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നാരങ്ങ ഒന്ന് പൊട്ടിച്ചിടാൻ. അപ്പോൾ അതിനുള്ളത്തെ ചെറിയ പുളിയുമൊക്കെ തന്നെ ഇതിലേക്ക് ചേരും. ഈ നാരങ്ങ ഇടുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു മജ്ബൂസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതക്കൊന്നും വേണ്ട, അതിനൊന്ന് നടുകീറി ഇട്ടാലും മതി. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ വെളുത്തുള്ളി തന്നെ ജസ്റ്റ് ഒന്ന് നടുവിലൂടെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ വെളുത്തുള്ളിയും ഇതൊക്കെ കൂടെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അരിയുടെ അളവനുസരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ എടുക്കുന്ന പാത്രം കൂടി ശ്രദ്ധിക്കണം.
അപ്പോൾ ഞാൻ ഇതിലല്ല ചോറ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മട്ടനിലെ വേവിച്ചെടുക്കാനുള്ളതാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്കൊരു 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്യുന്ന ആ തട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റീം ചെയ്യുന്ന തട്ട് ഇതുപോലെ നമുക്ക് കുക്കറിൻ്റെ കൂടെയൊക്കെ കിട്ടും. അത് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. അതാവുമ്പോൾ നമുക്ക് മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലാവുമ്പോൾ കുറച്ച് അധികം ടൈം പിടിക്കും മട്ടൻ വേവിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിയിൽ ആ ഉള്ളിയിലേക്ക് ഞാൻ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ മേലെ സ്റ്റീമർ വെച്ചിട്ട് മട്ടൻ അതിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ കുറച്ചധികം ടൈം പിടിക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലൊക്കെ കുക്കറിൽ പരമാവധി ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെന്ന്. ആ അരിയെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ അരി നല്ലോണം കഴുകിയിട്ടുണ്ട്. വെള്ളം തെളിഞ്ഞു വരുന്ന വരെ നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കണം. കഴുകിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം പാർന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇനി അരിയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മളിത് സൂക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. കാരണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ റൈസിന് കുറച്ച് മഞ്ഞ കളറ് കുറച്ചധികം കിട്ടും ചെയ്യും. മാത്രമല്ല നമ്മളെ റൈസിലൊക്കെ ഉള്ള കീടാണുക്കളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കോളും. അപ്പോൾ അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വൃത്തിയാക്കി കഴുകുക. ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാവും ബെറ്റർ. കാരണം ഓൾറെഡി നമ്മൾ ബിരിയാണിയിൽ ചെറുതായിട്ടൊക്കെ മഞ്ഞ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമായി വരില്ല. നെയ്ച്ചോറൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ വെള്ള കളർ കിട്ടാതിരിക്കുക. പക്ഷേ ഇതുപോലൊക്കെ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം കഴുകിയിട്ട് വെള്ളം വാർന്ന ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ അരി കുതിർത്തി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും അരി. അതിൽ കൂടുതൽ വെക്കണമെന്നില്ല. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. ഇനി ഇടയ്ക്കൊന്ന് നമുക്ക് മട്ടനൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസിൽ കണക്കാക്കുക. മട്ടൻ്റെ വേവിന് ഒരു 2 വിസിലൊക്കെ അടിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുക. അതനുസരിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഏകദേശം ഇവിടെ മട്ടൻ നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലെ നീരൊക്കെ നല്ലോണം താഴത്തേക്ക് ആവിയിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ വെള്ളത്തിൽ ഇതിൻ്റെ മട്ടൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ അതിൻ്റെ തട്ടെടുത്ത് മാറ്റിയതാണ്. അടിയത്തെ വെള്ളമൊക്കെ നല്ല മഞ്ഞ കളറിൽ അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അളവ് നമ്മൾ പാത്രത്തിലെടുത്ത അളവ് കണക്കാക്കിയിട്ട് വേണം ബാക്കി അരിക്കുള്ളത് കണക്കാക്കാൻ. അപ്പോൾ നമ്മളിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 7 ഗ്ലാസോളം വെള്ളം വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഈ മസാല കൂട്ടടങ്ങിയ വെള്ളം എത്രയാണോ കണക്ക് അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് റെഡിയാക്കി വെക്കണം നമ്മൾ അരിയിലേക്കുള്ള. അപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം കഴുകി വാരാൻ വേണ്ടി വെച്ചിരുന്ന അരിയാണിത്. അതാ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ മസാലയുടെ കൂട്ടിൽ ഉപ്പ് കമ്മിയുണ്ട്, ഈ വെള്ളത്തിൽ ഉപ്പ് കമ്മിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് റൈസിന് ആവശ്യമായ ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മട്ടൻ്റെ ടേസ്റ്റ് നമ്മുടെ റൈസിലേക്കും പിടിക്കും. കാരണം ആ മട്ടനിൽ നിന്നുള്ള എല്ലാവിധ സത്തുകളൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനെ ഞാൻ ഒരു പാനിലേക്ക് ഒരു പീസ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് മുരിപ്പിച്ചു ആക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് എടുത്താൽ മതി. ബട്ടർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഏകദേശമൊക്കെ കുക്കായി വരുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വലിയാനുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ നാരങ്ങ അതിൽ തന്നെ കിടന്നോട്ടെ. അങ്ങനെ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചതിൻ്റെ ശേഷം എടുത്തതാണിത്. ഇപ്പോൾ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ മട്ടൻ്റെ പീസ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. മട്ടൻ്റെ പീസ് ചേർത്തിട്ട് ചോറിട്ട് ഇളക്കരുത്. അതിൻ്റെ മുകളിലായിട്ട് വേണം മട്ടൻ്റെ പീസസ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത മട്ടൻ്റെ പീസസാണ്.
അപ്പോൾ അതിൻ്റെ മേലെ നമ്മളെ മസാലയുടെ ടേസ്റ്റ് കുത്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടറിലിട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും, ആ ഒരു പച്ചച്ചുവയൊക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ആ ബട്ടർ, ബാക്കി വന്ന ആ ചട്ടിയിലുള്ള ബട്ടർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്തിട്ട് നമുക്കിതിനെ കുറച്ച് നേരം അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ മട്ടൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വിവരങ്ങളൊക്കെ അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.